ആമസോൺ പ്രൈം ഡേ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം ഓഫേഴ്സും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുറേയധികം ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ലോ ബഡ്ജറ്റിൽ നിന്ന് ഹൈ ബഡ്ജറ്റ് വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ വാങ്ങാൻ പറ്റിയ കുറേയധികം സ്മാർട്ട് ഫോൺസ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. മിഡ് റേഞ്ച് ടു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള സ്മാർട്ട് ഫോൺസ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കുന്ന മോഡൽസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മോഡലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യാനിരിക്കുന്ന മോഡൽസ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ അതില്ലെങ്കിലും നിങ്ങൾ ഇനി ബിഗ് ബില്യൺ ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 12 5G എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പം ഇത് നമുക്ക് പ്രൈസ് വരുന്നത് യൂഷ്വൽ പ്രൈസ് എന്ന് പറയുന്നത് 16,999 നിങ്ങൾക്ക് 2,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മുടെ ലോ പ്രൈസ് അല്ലെങ്കിൽ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 14,999 അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ നോക്കാം. OnePlusന്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് OnePlus Nord CE2 Lite 5G എന്ന് പറയുന്ന മോഡലുണ്ട്. യൂഷ്വൽ പ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വലി പ്രൈസ് എന്ന് പറയുന്നത് 17,999 നിങ്ങൾക്ക് 1,250 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആമസോണിന്റെ കൂപ്പണും കാര്യങ്ങളും കിട്ടുന്നുണ്ട് 500 രൂപയുടെ. നോ കോസ്റ്റ് EMI കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഏറ്റവും അവസാനം ലോ പ്രൈസിൽ കിട്ടുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പ്രൈസ് എന്ന് പറയുന്നത് 16,249 രൂപ ആയിരിക്കും. അടുത്ത മോഡലും OnePlusന്റെ സൈഡിൽ നിന്നാണ് OnePlus CE3 Lite എന്ന് പറയുന്ന മോഡൽ 5G സ്മാർട്ട് ഫോൺ ആണ്. ഇത് നമുക്ക് ഏകദേശം 19,999 രൂപയാണ് യൂഷ്വൽ പ്രൈസ് അല്ലെങ്കിൽ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. നമുക്കിന് ഓഫേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 1,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രൈസ് അല്ലെങ്കിൽ നമുക്ക് ഓഫേഴ്സ് കഴിഞ്ഞ് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 18,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. ഇനി സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് സാംസങ് ഗാലക്സി M34 5G എന്ന് പറയുന്ന മോഡലുണ്ട്. 18,999 രൂപയാണ് ഇതിന്റെ പ്രൈസ്, ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് 2,000 രൂപ. പിന്നെ നമുക്ക് ലാസ്റ്റ് പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് 16,999 രൂപ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാംസങ്ങിന്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മറ്റ് സ്മാർട്ട് ഫോൺസുകളുണ്ട്, നമ്മുടെ ലിസ്റ്റിൽ വരുന്നുള്ളൂ. റിയൽമിന്റെ സൈഡിൽ നിന്ന് റിയൽമി നാസോ 60 എന്ന് പറയുന്ന മോഡലുണ്ട്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 17,999 രൂപയാണ്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1,000 രൂപ ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രൈസ് അല്ലെങ്കിൽ ലോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത് 16,999 രൂപയാണ്. ഇതിന്റെ ഒരു പ്രോ വേരിയന്റും കൂടെ ഉണ്ട്. റിയൽമി നാസോ 60 Pro 5G എന്ന് പറയുന്ന മോഡല് 23,999 രൂപയാണ് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്. ഓഫേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് 1,500 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നോ കോസ്റ്റ് EMI കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് 22,499 രൂപയാണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് മോഡൽസും നമുക്ക് പുതിയതായിട്ട് വന്ന രണ്ട് മോഡൽസ് ആണ്. അപ്പോൾ ഇതിന്റെ കൂടെ മറ്റൊരു മോഡലുകൾ വരുന്നുണ്ട്. ഐക്യൂ Neo 7 Pro എന്ന് പറയുന്നത് ഈ ഇടയ്ക്കാണ് ഇത് ലോഞ്ച് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാം. ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 34,999 രൂപയാണ്. പിന്നെ ഇതിന്റെ ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 33,999 രൂപയാണ്. പിന്നെ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 2,000 രൂപ ഡിസ്കൗണ്ടും കാര്യങ്ങളും ബാങ്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നോ കോസ്റ്റ് EMI കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓഫർ കഴിഞ്ഞുള്ള പ്രൈസ് എന്ന് പറയുന്നത് 31,999 രൂപയാണ് ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാതിരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നോക്കുക. ഇനി നമ്മൾ കുറച്ച് പ്രീമിയം സ്മാർട്ട് ഫോൺസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് OnePlus 11R സീരീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് OnePlus 11Rന് 39,999 രൂപയാണ് വരുന്നത്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1,000 രൂപ ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. നോ കോസ്റ്റ് EMI കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. എല്ലാ ഓഫേഴ്സും കഴിഞ്ഞ് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 38,999 രൂപയാണ് വരുന്നത്. OnePlus 11R നോക്കുകയാണെങ്കിൽ നമുക്ക് 56,999 രൂപയാണ് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് 10,000 രൂപ വരെ വരുന്നുണ്ട്. അതുപോലെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ മോട്ടോറോള Razer 40 എന്ന് പറയുന്ന ആ ഒരു മോഡലിനും ഇപ്പോൾ വിലക്കുറവുണ്ട്. അതായത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 59,999 രൂപയാണ്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 5,000 രൂപ ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് മാത്രമല്ല നോ കോസ്റ്റ് EMI കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ ഓഫർ കഴിഞ്ഞുള്ള പ്രൈസ് എന്ന് പറയുന്നത് 54,999 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡൽ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ മോട്ടോറോള Razer Ultra എന്ന് പറയുന്ന ആ ഒരു മോഡലിന്റെയും പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 89,999 രൂപയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് 7,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. നോ കോസ്റ്റ് EMI കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് അതായത് ഓഫർ കഴിഞ്ഞുള്ള പ്രൈസ് എന്ന് പറയുന്നത് 82,999 രൂപയാണ് ഇതിന്റെ ഓഫർ കഴിഞ്ഞുള്ള പ്രൈസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ഫ്ലിപ്പ് സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നുള്ളൂ. സാംസങ് ഗാലക്സി S23ന്റെ പ്രൈസ് കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 79,999 രൂപയാണ്. 6,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 8,000 രൂപ വരുന്നുണ്ട്. പിന്നെ നോ കോസ്റ്റ് EMI കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഓഫേഴ്സും കാര്യങ്ങളുള്ള പ്രൈസ് എന്ന് പറയുന്നത് 73,999 രൂപയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് S23 Ultra വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു നല്ല ചാൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ പ്രൈസും കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അതായത് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 1,24,999 രൂപയാണ് വരുന്നത്. ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും 9,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 10,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളും വരുന്നുണ്ട്. നോ കോസ്റ്റ് EMI കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓഫറും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1,10,999 രൂപയാണ് വരുന്നത്. അതുപോലെ iPhone 14ന്റെ പ്രൈസും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 70,999 രൂപയാണ്. അതുപോലെ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിന്റെ ഓഫേഴ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 66,499 രൂപയാണ് ഈ ഒരു iPhone 14 കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം മിഡ് റേഞ്ച് തൊട്ട് ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള സ്മാർട്ട് ഫോണിന്റെ ലിസ്റ്റും കാര്യങ്ങളും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ലിസ്റ്റിൽ ഏതെങ്കിലും വാങ്ങോ ഇല്ലയോ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചധികം ഓഫേഴ്സും കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓഫേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ഇനി ബിഗ് ബില്യൺ ഡേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.